വിജിൻ മുൾമുനയിലാണ് മുന്നണികൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എവിടെയാണ് നിൽക്കുന്നത്? കൊട്ടിക്കലാശം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. എത്രത്തോളം ആവേശമുണ്ട്? തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും ഇത്തവണ വലിയ ആവേശം ഉള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നുകുഴി വാർഡാണ്. കുന്നുകുഴി വാർഡിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അത് AKG സെന്റർ ഉൾപ്പെടുന്ന വാർഡാണ്. പക്ഷേ കഴിഞ്ഞ തവണ LDF ആയിരുന്നില്ല ഈ വാർഡ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ വാർഡാണ് ഇത്. ഒപ്പം തന്നെ അതിന് മുമ്പിലൊരു തവണ LDF ആണ് അവിടെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് IP ബിനു ആയിരുന്നു കൗൺസിലർ. ഇപ്പോൾ BJP പ്രവർത്തകർ കൊട്ടിക്കലാശവുമായി ഇങ്ങോട്ടെത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. BJPയും ശക്തമായ മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. എന്തായാലും AKG സെന്റർ ഉൾപ്പെടുന്ന വാർഡിന്റെ എല്ലാ ആവേശവും കണക്കിലെടുത്തുള്ള ഒരു മത്സരം അതിന്റെ ഒരു പ്രചാരണമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. 27 ദിവസം നീണ്ട വലിയ തരത്തിലുള്ള പ്രചാരണം കുന്നുകുഴിയിലും നടന്നു. ഇത്തവണ LDF ഈ വാർഡ് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ കൗൺസിലർ തന്നെയായിട്ടുള്ള മേരി പുഷ്പമാണ് UDF ഇത്തവണയും ഇവിടെ മത്സരിക്കുന്നത്. ശക്തമായ മത്സരം. അല്പസമയം മുമ്പാണ് മേരി പുഷ്പത്തിന്റെ റോഡ് ഷോ ഈ കുന്നുകുഴി സെന്റർ വഴി കടന്നുപോയത്. അല്പസമയത്തിനകം IP ബിനുവിന്റെ റോഡ് ഷോയും ഇതുപോലെ കടന്നു വരും. അതിനുശേഷം ലോ കോളേജ് ജംഗ്ഷനിലായിരിക്കും LDFന്റെ കൊട്ടിക്കലാശം അവിടെ അവസാനിക്കുക. എന്തായാലും ഇനി ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂറിനടുത്ത് മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം അവസാനിക്കാൻ. വലിയ ആവേശത്തിൽ തിരുവനന്തപുരം നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആവേശം ഉൾക്കൊണ്ട മത്സരം തന്നെയായിരുന്നു. BJP കോർപ്പറേഷൻ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് വലിയ മത്സരം കാഴ്ചവെച്ചപ്പോൾ LDF ഭരണം തുടരാനുള്ള പോരാട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം അഴിമതി ആരോപണം, വലിയ ഗുരുതരമായ അഴിമതി ആരോപണം ഉൾപ്പെടെയാണ് BJPയുടെ ഭാഗത്ത് LDF ഈ കോർപ്പറേഷനെതിരെ ഉയർത്തിയത്. അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുള്ള പ്രചാരണമാണ് എന്തായാലും LDF കാഴ്ചവെച്ചത്. BJPക്ക് വലിയ ശക്തി ഉള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തലസ്ഥാനത്തിന് പിടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് BJP നടത്തിയത്. വലിയ പോരാട്ടം. അതിനിടയിലാണ് 2 ആത്മഹത്യകൾ. അത് ഒന്ന് തിരുവരാനിൽ നിലവിലെ കൗൺസിലറായിരുന്ന തിരുവരാനും ഒപ്പം തന്നെ ആനന്ദമ്മയുടെയും ഒക്കെ ആത്മഹത്യ പ്രചാരണായുധമാക്കി അവസാനത്തോളം CPM-ഉം LDF-ഉം ഒക്കെ ഉയർത്തിയിരുന്നു. ഏറ്റവും അവസാനം ഇന്ന് പോലും ആനന്ദിന്റെ അമ്മയുടെ മരണം, ആ മരണം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഇവിടെ 4 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മത്സരിക്കുന്നത്. മറ്റൊരു ശൈലജ ശങ്കരിയുടെ വാഹനമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ ആവേശം കൊണ്ട പോരാട്ടം തന്നെയായിരുന്നു കുന്നുകുഴിയിലും ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പൂർണ്ണമായും നടന്നത്. ഇന്ന് കൊട്ടിക്കലാശം അവസാനിക്കും, പരസ്യപ്രചാരണം അവസാനിക്കും. നാളെ ഒരു ദിവസം വീട് കയറിയുള്ള നിശബ്ദ പ്രചാരണമാണ് നടക്കുക. അതിന്റെ അവസാന മണിക്കൂറുകളിലെ വലിയ തരത്തിലുള്ള ആവേശ കാഴ്ചകളാണ് ഓരോ വാർഡുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം LDF-ന്റെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ കുന്നുകുഴി സെന്ററിലൂടെ കടന്നുപോകുന്ന കാഴ്ച കാണാം. ഇവിടെ ഇപ്പോൾ BJP പ്രവർത്തകർ നിൽക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ധന്യ.